നമ്മുടെയൊക്കെ ലൈഫിലെ ഒരു സൈലന്റ് വില്ലനാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. അതെപ്പോൾ വരും, എങ്ങനെ വരും, നമ്മളെ കീഴ്പ്പെടുത്തും, അത് വന്നു കഴിഞ്ഞാൽ അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, എന്തെല്ലാം എമർജൻസി പോസ്റ്റ് എമർജൻസി കെയർ ആണ് കൊടുക്കേണ്ടത്, ഇതൊന്നും നമ്മൾക്കറിയില്ല. ഇന്ന് നമ്മളുടെ കൂടെ ഒരു ഡോക്ടർ ഉണ്ട്. കൊടുങ്ങല്ലൂർ ക്രാഫ്റ്റ് ക്യാമ്പസിലെ AR സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ഡോക്ടർ നമ്മളോട് അറിയേണ്ട കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു വരും. ഇറ്റ്സ് എൻ ഇൻഫർമേറ്റീവ് വീഡിയോ. ഫുള്ള് കാണുക. ഹായ്, ഡോക്ടർ സുമി എം പിള്ളൈ, AR സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ് ആണ്. ഡോക്ടറുടെ ഈ സുന്ദരമായ ചിരി മനസ്സിൻ്റെ നന്മയുടെ ഭാഗമാണോ? കുറേയൊക്കെ. ന്യൂറോളജിയിൽ വരുന്ന ഏറ്റവും വലിയ എമർജൻസി പ്രശ്നമാണോ സ്ട്രോക്ക്? അതെ, നമ്മൾ ഇപ്പോൾ നമ്മുടെ കറൻറ്റ് സിറ്റുവേഷനിൽ വേൾഡ് വൈഡ് സെക്കൻഡ് പ്ലേസ് ആണ് സ്ട്രോക്ക് ഡെത്തിലുള്ള ന്യൂറോളജിക്കൽ എമർജൻസി. സ്ട്രോക്കും ഹൃദയസ്തംഭനം കാർഡിയാക് അറസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശരി, ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് അതിൻ്റെതായ ഒരു ബ്ലഡ് സപ്ലൈ ഉണ്ട്, ബ്ലഡ് സർക്കുലേഷൻ ഉണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു ബ്ലോക്ക് വന്ന് ഹൃദയത്തിൻ്റെ ഫംഗ്ഷൻ നിൽക്കുന്നതിനെയാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ബ്രെയിനിലോട്ടുള്ള രക്തോട്ടത്തിനകത്ത് എന്തെങ്കിലും കുഴപ്പം വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹാർട്ടിനകത്ത് ബ്ലോക്ക് വരുന്ന പോലെ ബ്രെയിനിനുള്ളിലുള്ള രക്തോട്ടത്തിനകത്ത് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സ്ട്രോക്ക് വരും. അത് ബ്രെയിനിനുള്ളിലുള്ള പ്രശ്നമാവാം, അല്ലെങ്കിൽ ഹാർട്ടിൽ നിന്ന് ബ്രെയിനിലോട്ട് പോകുന്ന രക്തക്കുഴലിലെ കഴുത്തിൽ എന്തെങ്കിലും ബ്ലോക്ക് ആവാം, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ പ്രശ്നമാവാം. സ്ട്രോക്ക് പലതരത്തിലുണ്ട്. സ്ട്രോക്ക് ബ്രെയിനിനോട്ടുള്ള രക്തോട്ടത്തിനൊരു തടസ്സം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ബ്ലോക്കായിട്ട് വരാം, രക്തം കട്ട പിടിച്ചിട്ട് വരാം. അതാണ് നമ്മൾ ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ രക്തക്കുഴലിനകത്തൊരു ബ്ലോക്ക് വന്നാൽ മുന്നോട്ട് ബ്ലഡ് പോവില്ല. അകത്തുള്ള ബ്രെയിൻ സെൽസ് ആണ് നമ്മുടെ ഫുൾ ബോഡീനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ സംസാരിക്കുന്നതാണ് ഒരു സ്ഥലം, കൈക്കും കാലിൻ്റെയും ബലത്തിനൊരു സ്ഥലം, സെൻസേഷൻസിനൊരു സ്ഥലം, കാഴ്ചയ്ക്ക് കേൾവിക്ക്, അങ്ങനെ എല്ലാം ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പോൾ ഏത് സ്ഥലത്താണോ ഈ രക്തോട്ടം നിന്നത് ആ സ്ഥലത്തിൻ്റെ കോശങ്ങൾക്ക് ഡാമേജ് വരാൻ തുടങ്ങും. അപ്പോൾ ഇതൊന്നുകിൽ ബ്ലോക്ക് കൊണ്ട് ഇസ്കീമിക് ആയിട്ട് വരാം, അല്ലെങ്കിൽ രക്തക്കുഴലിൽ പൊട്ടാം, ബ്ലഡ് വെസൽസ് റപ്ചർ ചെയ്തിട്ട് ഹെമറേജിക് സ്ട്രോക്ക് വരാം. ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? കാരണങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഈ കോമോബിഡിറ്റീസ് ഇപ്പോൾ ഉള്ള, അതായത് ഡയബറ്റീസ്, അൺകൺട്രോൾഡ് ആയിട്ട് പോവുക, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ ലെവൽസ്, ലൈഫ് സ്റ്റൈൽ, ഒരു അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽസ് ഫോളോ ചെയ്യുന്ന, ആൽക്കഹോൾ ഇൻടേക്ക്, എക്സസീവ് സ്മോക്കിംഗ്, ഇതെല്ലാം സ്ട്രോക്ക് ഉണ്ടാക്കുന്നതാണ്. ജനറ്റിക് എന്തെങ്കിലും ഡെഫിനറ്റ്. അതായത് ഫാമിലിയിൽ സ്ട്രോക്ക് ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ, അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ കുടുംബത്തിൽ യങ് സ്ട്രോക്ക് ഹിസ്റ്ററീസോ കാർഡിയാക് ഇഷ്യൂസ് ഉള്ള ഫാമിലി ആണെങ്കിൽ, അത് അങ്ങനെയുള്ളവർക്ക് റിസ്ക് ജനറൽ പോപ്പുലേഷനെക്കാട്ടി ഒരു 2 to 4 times കൂടുതൽ. ഞാൻ മുമ്പേ പറഞ്ഞില്ല, നമ്മൾ ഏത് സ്ഥലത്തോട്ടാണോ രക്തോട്ടം കുറയുന്നത് ആ സ്ഥലത്തെ സെൽസിലാണ് അതിൻ്റെ പ്രശ്നമാണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ നമ്മുടെ മോട്ടോർ ഏരിയ എന്ന് പറയും, അതായത് ശരീരത്തിൻ്റെ ബലത്തെ നിയന്ത്രിക്കുന്ന സ്ഥലങ്ങൾ. ആ ട്രാക്ട് അതിൻ്റെ സ്ഥലത്തോട്ടാണ് രക്തോട്ടം കുറയണമെങ്കിൽ നമുക്ക് കൈകാൽ ബലക്കുറവ്, ചെറുതായിട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കൈ മാത്രം പൊന്തിക്കാൻ പറ്റാണ്ട് വരിക, വായ ചെറുതായിട്ടൊന്ന് കൂടുക, അത്രേ ഉണ്ടാവുള്ളൂ. നല്ലോണം വരുന്നുണ്ട് ചില സ്ഥലങ്ങളുണ്ട്, അവിടുത്തെ ആണെങ്കിൽ മൊത്തം കൈകാൽ അനക്കാൻ പറ്റാണ്ടാവുക, അങ്ങനെ വരാം. ഇനി കാഴ്ചേൻ്റെ പ്രശ്നം, കാഴ്ചയുടെ നിയന്ത്രണമുള്ള സ്ഥലത്താണെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ കാഴ്ച ഒരു സൈഡ് പെട്ടെന്ന് കാണാൻ വയ്യ, ഒരു സൈഡ് ഒട്ടും കാണാൻ വയ്യ, സംസാരം ഇങ്ങനെ കുഴഞ്ഞുകൊണ്ടേയിരിക്കും, പിന്നെ തരിപ്പ്, കൈയും കാലും മൊത്തം തരിച്ചു പോവുക, ബാലൻസ് പോവുക. ഇപ്പോൾ ഒരു സാധനം എടുക്കാൻ പോവുകയാണെങ്കിൽ അത് എടുക്കാൻ പറ്റില്ല, ഇങ്ങനെ ആടി പോവാം. പിന്നെ എൻ്റെ പ്രധാന പ്രശ്നം ഇത് പതുക്കെ മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു അതിഭയങ്കരമായ വേദനയോട് അങ്ങനെ ഒന്നല്ല വരാം? വേദന വരില്ല, വേദന ഉണ്ടാവില്ല, വേദന ഒന്നും ഉണ്ടാവില്ല. ഹാർട്ട് അറ്റാക്കിനാണ് നെഞ്ചിന് വേദന, പെട്ടെന്ന് വേർക്കുക, പെട്ടെന്ന് ക്ഷീണം, അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരും. ഇവിടുത്തെ പ്രശ്നം, ഇവിടെ നമുക്കൊന്നും തോന്നുന്നില്ല. വലിയ രക്തക്കൊള്ള അടച്ചെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് മോശമാവും. എന്ന് വെച്ചാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഏർലിയസ്റ്റ് അതിനുള്ളിൽ മനസ്സിലാവും കൈകാലനക്കാൻ വയ്യാണ്ടാവുക. അതുപോലെ ഹെമറേജിക് സ്ട്രോക്ക് നമ്മൾ പറഞ്ഞില്ലേ, രക്തസ്രാവം, ബ്രെയിനകത്ത് രക്തസ്രാവം വന്നാലും ചിലപ്പോൾ ഫിറ്റ്സ് വരാം, അതുപോലെ പെട്ടെന്ന് അങ്ങോട്ട് പേഷ്യൻറ്റിൻ്റെ ബോധം പോവാം, അങ്ങനെയൊക്കെ വരാം. സോ അല്ലാണ്ടുള്ള ഇസ്കീമിക് സ്ട്രോക്ക് ചെറിയ കാര്യങ്ങളൊക്കെ ആണ്, അല്ലെ പതുക്കെ ഇവോൾവ് ആവുന്നതാണെങ്കിൽ നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു 3-4 hours ഒക്കെ എടുക്കും ശരിക്കും ഒന്ന് ഇവോൾവ് ആയി വരാൻ. പക്ഷെ നല്ലോണം ഒട്ടും പറ്റുന്നില്ല, അല്ലെ തീരെ പറ്റുന്നില്ല എന്നൊക്കെ ഒന്ന് ഉറപ്പിച്ച് വരാനായിട്ട് ചിലപ്പോൾ ഒരു 3-4 മണിക്കൂറൊക്കെ എടുക്കും. പേടിക്കാനൊന്നുമില്ല. പ്രൈമറി ആയിട്ട് നമുക്ക് വീട്ടിലൊന്നും തന്നെ ആക്ച്വലി ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഒന്നും ചെയ്യാനില്ല. ഇതിൻ്റെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് തന്നെ ആ ക്ലോട്ട് ഉണ്ടെങ്കിൽ അതിനെ അലിയിക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരിക. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക്ഡ് കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റൽ. അതായത് ഒരു CT സ്കാൻ ഇതുണ്ടായിരിക്കണം, CT സ്കാൻ ഉണ്ടായിരിക്കണം. ഈ TPA എന്ന് പറഞ്ഞിട്ടൊരു ഏജൻറ് ഉണ്ട്, അത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലായിരിക്കും. TPA, ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ബ്രെയിനിനകത്തുള്ള ബ്ലോക്കിനെ അലിയിപ്പിക്കുന്ന ഒരു മരുന്ന്, അത്രയേ ഉള്ളൂ. ഇപ്പോഴത്തെ പഠനപ്രകാരം 4.5 മണിക്കൂറിനുള്ളിൽ ഈ ഏജൻറ്റ് കൊടുത്താൽ പേഷ്യൻറ്റിന് റിക്കവറി ഈസ് മോർ, നല്ലൊരു റിക്കവറി കിട്ടും എന്നുള്ള സ്റ്റഡീസിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ
ക്രാഫ്റ്റിൽ അതിന് എക്യുപ്റ്റ് ആണോ നിങ്ങൾ? അതെ അതെ അതെ. എന്തൊക്കെയാണ് അപ്പൊ ശരിക്കും നമ്മൾ പെട്ടെന്ന് ഇപ്പൊ ഒരു 4.5 മണിക്കൂറിനുള്ളിൽ കൊണ്ടുവരുന്ന ഡോക്ടർ പറഞ്ഞു, അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ദെൻ അതിനുശേഷം ICU-ട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുമല്ലോ, അതൊക്കെ ഒന്ന് കാണിച്ചു തരാമോ? Okay. So this is our emergency department. I will introduce you to Dr. Anas. ഡോക്ടർ സുമി എനിക്ക് ഏൽപ്പിച്ചു തന്ന എമർജൻസിയിലെ ER ഡോക്ടറാണ്. പേരെന്താ? ഡോക്ടർ അനസ് ഇബ്രാഹിം. 2 ടൈപ്പാണ് സ്ട്രോക്കിൽ. ഒരെണ്ണം ബ്ലീഡിംഗ് ആണ്, വേറെ ഒരെണ്ണം ഇസ്കീമിക് ആണ്. ഹെമറേജിക് ആൻഡ് ഇസ്കീമിക്. ഇസ്കീമിക്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പേഷ്യൻ്റ് വിൻഡോ പീരീഡിൽ വരുമ്പോൾ അത് ഹെമറേജിക് അല്ല എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ബേസിക് ആയിട്ട് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനാണ് ഈ CT. അപ്പോൾ പേഷ്യൻ്റ് കയറിയതിന് ശേഷം വിത്തിൻ 25 മിനിറ്റ്സ് ഈ CT എടുത്തു കഴിയുന്നതാണ്. ഈ CT എടുത്ത ഉടനെ ഞങ്ങളോട് വാട്സാപ്പിലോട്ട് ഈ ഫിലിം അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ബ്ലീഡിങ് ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് ഈ കോൺട്രാ ഇൻഡിക്കേഷനും ഇല്ല, അതായത് ഈ ത്രോംബോലൈസിസ് ചെയ്യാണ്ടിരിക്കാനുള്ള വേറെ കാരണങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ത്രോംബോലൈസിസ് എമർജൻസിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഈ ത്രോംബോലൈസിസ് എന്ന് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ ഈ ബ്രെയിനിൽ പോകുന്ന ബ്ലഡ് സപ്ലൈയിൽ എന്തെങ്കിലും ബ്ലോക്ക് വരുമ്പോൾ ആ ബ്ലോക്ക് ഒന്ന് മെഡിസിൻ മുഖേന നമുക്ക് റിമൂവ് ചെയ്ത് കളയുന്ന, അഥവാ അതൊന്ന് ബ്രേക്ക് ചെയ്ത് കളയുന്നതാണ് ഈ ത്രോംബോലൈസിസ് എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങൾ ചെയ്യുന്ന ഫസ്റ്റ് കെയർ. അപ്പൊ അതോടുകൂടി ആ ബ്ലോക്ക് അലിഞ്ഞു പോയി കഴിഞ്ഞാൽ രക്തയോട്ടം വീണ്ടും വന്നു അതിലോട്ട് വീണ്ടും ആ പേഷ്യന്റിന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഹെമറേജിക് ആണെങ്കിൽ നമുക്ക് BP കുറയ്ക്കേണ്ടി വരും പേഷ്യന്റിന്റെ. ഇനീഷ്യലായിട്ട് BP കുറയ്ക്കുന്നതാണല്ലോ. പിന്നെ അതിന്റെ ഇത് അനുസരിച്ചായിരിക്കും അതിന്റെ ട്രീറ്റ്മെന്റ്, സർജറിയോട്ടോ അല്ലെങ്കിൽ ക്രനിയോട്ടോമിയോ നമുക്ക് ചെയ്യുന്നത്. ആ ബ്ലീഡ് അനുസരിച്ചായിരിക്കും. അതൊരു ഇത്തിരി വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ആദ്യമായിട്ട് നമ്മൾ ഇത് റൂൾ ഔട്ട് ചെയ്യാൻ ചെയ്യുന്ന കാരണം എന്താ വെച്ചാൽ പേഷ്യൻസിന് ഹെമറേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ TPA നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല, ത്രോംബോലൈസിസ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഓൾറെഡി ബ്ലീഡ് ചെയ്തുകൊണ്ട് സ്ഥലത്ത് നമുക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും പേഷ്യൻ്റ് ഒരു ക്രിട്ടിക്കലോട്ട് പോകും. സോ അത് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ CT എടുക്കുന്നത്. ഈ ത്രോംബോലൈസിസ് ഇവിടെ നമ്മൾ ചെയ്തതിന് ശേഷം പേഷ്യൻ്റ് ഓൾമോസ്റ്റ് ഒരു 30 to 45 മിനിറ്റ്സ് എമർജൻസിയിൽ തന്നെ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഈ കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ ഈ കോംപ്ലിക്കേഷൻ വരുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പേഷ്യൻ്റ് ED നിർത്തുന്നുണ്ട്. പിന്നീട് ICU-ലോട്ട് നമ്മൾ ന്യൂറോ ICU-ലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. Now we are at our multidisciplinary ICU. This is Dr. Kishore Bhuyati. He is the head of our ICU department. Hi. ഡോക്ടർ മലയാളം അധികം പറയില്ലേ അല്ലേ? സംസാരിക്കും. സ്ഥലം എന്നത് കോയമ്പത്തൂർ. ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ആയതിനു ശേഷം അവിടെ ത്രോംബോലൈസ് ചെയ്യും, അല്ലെങ്കിൽ വിൻഡോ പീരീഡിന് പുറത്ത് വന്നാൽ ത്രോംബോലൈസ് ചെയ്യാതെ ഇവിടെ സ്വിച്ച് ചെയ്യും. സോ സ്വിച്ച് ചെയ്തതിനു ശേഷം പേഷ്യൻറ്റിക്ക് ഇവിടെ 10 ആഫ്റ്റർ പോസ്റ്റ് ത്രോംബോലൈസിസ് കെയർ എന്ന് പറയും. പേഷ്യൻറ്റിക്ക് അടുത്ത 24 മണിക്കൂർക്ക് എന്തെങ്കിലും ബ്ലീഡിങ് ഉണ്ടാകുന്ന സാധ്യതകൾ ഉണ്ടാകും. സോ അത് ബ്ലീഡിങ് ഉണ്ടാകാതെ ഇരിക്കണം. അതൊക്കെയാണ് എല്ലാ ട്രീറ്റ്മെൻറ്റും ഇവിടെ ചെയ്യും. പാരലിസിസ് വരില്ലേ ഹാൻഡിലൂട്ട്, സോ ആ ഹാൻഡിലൂട്ടിൻ്റെ പാരലിസിസ് എല്ലാം വരാതെ സ്റ്റിഫായിട്ട് മസിൽ സ്റ്റിഫാകാതെ ഇരിക്കണം. സോ അതിനുശേഷം ഫിസിയോതെറപ്പി എല്ലാം സ്റ്റാർട്ട് ചെയ്യും. മെഡിക്കേഷൻസ്, ന്യൂറോ പ്രൊഡക്റ്റീവ് മെഡിക്കേഷൻസ് എല്ലാം കൊടുക്കും. ബ്രെയിനിൻ്റെ സ്വെല്ലിംഗ് വരാതിരിക്കണം, അതെല്ലാം ഇവിടെ കൊടുക്കും. 48 മണിക്കൂറിന് ശേഷം പേഷ്യൻ്റ് എന്തെങ്കിലും കുഴപ്പമില്ല എന്തെങ്കിലും റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതിനുശേഷം പിന്നെ ന്യൂറോ റീഹാബിലിറ്റേഷൻ എന്ന് പറയും, ഫിസിയോതെറപ്പി. അതിന് പേഷ്യൻറ്റിക്ക് പവർ ത്രോംബോലൈസ് ഇന്നലെ ഒരു ത്രോംബോലൈസ് ചെയ്തായിരുന്നു ഒരു പേഷ്യൻറ്റിന്. ആ പേഷ്യൻ്റ് ഇവിടെ വന്നപ്പോൾ ER വന്നപ്പോൾ 0/5 ആണ് പവറേ ഇല്ല, ലിംബ് പൊക്കാൻ പറ്റില്ല, കാലിനെ കയ്യിനും പൊക്കാൻ പറ്റില്ല. ബട്ട് ഇപ്പോൾ പേഷ്യൻറ്റിക്ക് കൈ പൊക്കുന്നുണ്ട്, കാല് പൊക്കുന്നുണ്ട്. പവർ പറയും 5 പവർ പറയും, 1 5 പറയും. പേഷ്യൻറ്റിക്ക് വന്നപ്പോൾ 0 ആയിരുന്നു, ഇപ്പോൾ 3 ഉണ്ട്. ഇപ്പോ അത് ടാബ്ലറ്റ് എല്ലാം കൊടുക്കും. അവിടെ വീണ്ടും ക്ലോട്ട് ഫാം ആകാതിരിക്കുന്ന മെഡിക്കേഷൻ കൊടുക്കും. ലൈനിൽ എന്തെങ്കിലും ബ്ലീഡിങ് വരാതിരിക്കുന്ന മെഡിക്കേഷൻ എല്ലാം കൊടുക്കും. കൊടുത്തിട്ട് ഫിസിയോതെറപ്പി എല്ലാം കൊടുക്കും. ഈ സ്ട്രോക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു 4 ലെറ്റർ വേർഡ് ഞാൻ കേട്ടിട്ടുണ്ട്, ഫാസ്റ്റ് FAST. അതെന്താ ഫാസ്റ്റസ്റ്റ്? ആക്ച്വലി ഫാസ്റ്റ് ഇറ്റ് യൂസ് ടു ബി, നൗ ഇറ്റ്സ് ബി ഫാസ്റ്റ്. ബാലൻസ്, നമുക്ക് എന്തെങ്കിലും ബാലൻസ് ഇഷ്യൂസ് ഉണ്ടോ, ഈ ഐയുടെ ഇഷ്യൂസ്, ഐക്ക് എന്തെങ്കിലും കാഴ്ച, ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫേസിന് എന്തെങ്കിലും ഡീവിയേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ. എ ഫോർ ആം, ബലക്കുറവ്, കൈക്ക് എന്തെങ്കിലും ബലക്കുറവ്. സ്പീച്ച്, സംസാരത്തിന് എന്തെങ്കിലും കുഴറുവാകും. ലാസ്റ്റ് ഈസ് ടൈം എല്ലാം സമയമാണ്. ബേസിക്കലി ഒരേ ഒരു വിഷയമുള്ളത് സ്ട്രോക്കിൻ്റെ സിംറ്റംസ് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ട്രോക്ക് കെയർ കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ പോവുക, അത്രയേ ഉള്ളൂ. എത്രയും പെട്ടെന്ന്, കാരണം ആ സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ആ സമയം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സപ്പോർട്ടീവ് മെഷേഴ്സ്, സപ്പോർട്ടീവ് അങ്ങനെ വരുള്ളൂ.
അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്ട്രോക്കിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോവാം. നിങ്ങൾക്ക് ഇവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ അതെ ഉണ്ട്.